ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ, അതായത് നാടൻ കോഴി വളർത്തലിലൂടെ മികച്ച വരുമാനം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ബ്രോയിലർ കോഴിയെക്കുറിച്ച് തെറ്റായ ഒരു പരാമർശം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ 1-2 പേര് അത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എടുത്തൊരു തീരുമാനമാണ് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കാൻ. അപ്പോൾ ഫാം നടത്തുന്ന കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ചു, കുറച്ച് യൂട്യൂബ് വീഡിയോസ് കണ്ടു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഡോക്ടേഴ്സിനോട് ചോദിച്ചു. എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബ്രോയിലർ ചിക്കൻ പലതരത്തിലുള്ള ചീത്തപ്പേരുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബ്രോയിലർ ചിക്കൻ ഇത്രമാത്രം വിഷം നിറഞ്ഞതാണോ? എന്താണ് സത്യാവസ്ഥ? ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് ജനിതകമായിട്ടുള്ള സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള കോഴിയുടെ തന്നെ ഒരു വിഭാഗമാണ്. ഇത് 1970-കളിൽ നടന്ന ഭക്ഷ്യ വിപ്ലവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ നിന്നും ഗവേഷണങ്ങളിൽ നിന്നൊക്കെയാണ് ഭക്ഷണം കുറച്ച് കഴിച്ചാലും ശരീരത്തിൽ മാംസം വെക്കുന്ന ടൈപ്പ് കോഴിയുടെ ബ്രീഡ് വികസിപ്പിച്ചെടുത്തത്. പിന്നെ വളർന്നു വരുന്ന കാർഷിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞ ടൈമിൽ കൂടുതൽ വിളവ് തരുന്ന ഒരുപാട് ഇനങ്ങൾ നമുക്കറിയാം. അതായത് 1 വർഷത്തിൽ കായ്ക്കുന്ന തെങ്ങ്, 2 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ്, അതുപോലെ ഒരുപാട് ഇനങ്ങൾ നമുക്കറിയാം. അതുപോലെ ഭക്ഷ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തി എടുത്തത് തന്നെയാണ് ബ്രോയിലർ ചിക്കൻ. ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഇല്ല എന്നതാണ് സത്യം. പക്ഷേ ഇത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് സമാധാനിക്കാം, ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ജനിക്കുന്ന ഒരു കോഴിക്കുഞ്ഞിനെ, അതായത് 40 ദിവസം കൊണ്ട് 40 ഗ്രാം ഉള്ള ഒരു കോഴിക്കുഞ്ഞിനെ 2.5 മുതൽ 3 കിലോഗ്രാം വരെ ആക്കി മാറ്റുന്നതിൽ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് നോക്കാം. ഒരു കോഴിക്കുഞ്ഞ് വിരിയുമ്പോൾ ഇവക്ക് 40 ഗ്രാം തൂക്കമേ ഉണ്ടാവുന്നുള്ളൂ. ഇതിന് ആദ്യത്തെ 10 ദിവസം കൊടുക്കുന്നത് പ്രീ സ്റ്റാർട്ടറാണ്. ഈ പ്രീ സ്റ്റാർട്ടറിൽ 24% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇത്രയധികം പ്രോട്ടീൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വളരുന്നു. പിന്നെ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടറിൽ 22% പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഈ 2 തീറ്റകളും ഫസ്റ്റ് ടൈമിൽ കൊടുക്കുന്നത് കൊണ്ടാണ് ബ്രോയിലർ ചിക്കൻ ഇത്രയും പെട്ടെന്ന് തൂക്കം വെക്കുന്നത്. പിന്നീടുള്ള സമയങ്ങളിൽ ഫിനിഷറുമാണ് കൊടുക്കുന്നത്. ഈ തീറ്റകളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന കടലപ്പിണ്ണാക്ക്, പിന്നെ എള്ളിൻ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക് എന്നീ ധാന്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ചോളം, സോയാബീൻ, മീൻ ഉണക്കി പൊടിച്ചത്, കപ്പപ്പൊടി എന്നിവയൊക്കെയാണ് ഈ തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന് കൊടുക്കുന്ന മരുന്നുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയാൽ നമ്മളൊക്കെ സാധാരണ നാടൻ കോഴികൾക്ക് കൊടുക്കും പോലെ തന്നെ കോഴിവസന്ത പോലത്തെ വൈറസ് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആഴ്ച ലസോട്ട വാക്സിനേഷൻ കൊടുക്കുന്നു. അത് 1 തുള്ളി വീതം കൊടുക്കുന്നു. അതൊരിക്കലും ഒരു വിഷമല്ല. പിന്നെ ആദ്യത്തെ 2 ആഴ്ച ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നേർപ്പിച്ച അളവിൽ ആൻറ്റിബയോട്ടിക്കുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ആൻറ്റിബയോട്ടിക്കുകൾ കോഴിയുടെ ശരീരത്തിലായാലും നമ്മുടെ ശരീരത്തിലായാലും ഒരു നിശ്ചിത ടൈം വരെ അത് ശരീരത്തിൽ നിൽക്കുന്നുള്ളൂ, പിന്നെ അതങ്ങ് പോകും. ഇതല്ലാതെ ഈ കോഴികൾക്ക് 10 ദിവസം മുതൽ തുടർച്ചയായിട്ട് 40 ദിവസം വരെ, അതായത് ആ ഫാമിൽ നിന്ന് കയറ്റി അയക്കുന്നവരെ അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകളും സ്റ്റീറോയിഡ് ഗുളികകളും തീറ്റയിൽ പൊടിച്ചിട്ട് നൽകുന്നു. ഇത് പല സ്ഥലങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ വാർത്തകളിലൂടെ ഒരുപാട് ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2 ദിവസം മുന്നേ പ്രമുഖ 2 വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഞാനിത് കേട്ടിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആൻറ്റിബോഡിക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. ക്രമേണ ഒരു മരുന്നിനോടും എഫക്റ്റ് ഇല്ലാതായി തീരുകയും ചെയ്യുന്നു. അതുപോലെ സ്റ്റീറോയിഡ് ഗുളികകൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ പ്രമേഹം, പൊണ്ണത്തടി, മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് ക്രോസ് ബ്രീഡ് ചെയ്ത ഈ ടെക്നോളജിയിലല്ല പ്രശ്നം, നേരെ മറിച്ച് അമിതമായ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള മരുന്ന് പ്രയോഗമാണ്. ഇതിനെതിരെ നമ്മൾ
പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തേണ്ടത് ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, അമിനോ ആസിഡുകൾ, വിറ്റാമിൻ B3, വിറ്റാമിൻ B6, മഗ്നീഷ്യം എന്നീ പോഷകങ്ങളുടെ സമ്പൂർണ്ണ ഉറവിടമാണ് ഈ ചിക്കൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭക്ഷ്യവിഭവമാണ് ചിക്കൻ. അതുകൊണ്ട് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരം മരുന്നുകൾ കണ്ടമാനം സെയിൽ ചെയ്യാതിരിക്കാനുള്ള നടപടികൾ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.